ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ ചില്ലി ചിക്കന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം, 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി വേണം. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കനാണ്. ചിക്കൻ ഞാനിവിടെ ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കനും എടുക്കാം. പിന്നെ അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയത്, ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ വേണ്ടത് 1 കോഴിമുട്ട. പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കം, ഒനിയൻ, ഇത് രണ്ടും ക്യൂബ്സായി അരിഞ്ഞെടുത്തതാണ്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ വേണം, ഇഞ്ചി, അതുപോലെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം ഞാൻ സെപ്പറേറ്റ് ആയി വെച്ചതാണിത്. പിന്നെ ഇതിലേക്ക് റെഡ് ചില്ലി പേസ്റ്റ് വേണം. ഈ റെഡ് ചില്ലി പേസ്റ്റ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മുടെ ഉണക്കമുളക് അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതിനുശേഷം നമ്മൾ മിക്സിയിൽ കുറച്ച് വിനെഗർ ഒഴിച്ചത് നന്നായി പേസ്റ്റ് ആക്കി അരച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറച്ച് ദിവസം കേടുവരാതെ കിട്ടുകയും ചെയ്യും. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്. പിന്നെ നമുക്ക് ഷുഗർ വേണം. അടുത്തായിട്ട് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം. ഞാൻ നേരത്തെ കാണിച്ചത് ചിക്കനിലോട്ടുള്ള കോൺഫ്ലോർ ആയിരുന്നു. ഇതിന് നമുക്ക് ഇനി സോസ് ഉണ്ടാക്കാനുള്ളതാണ്. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസ് വേണം, സോയാ സോസ് വേണം, പിന്നെ ഓയില്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി ഫസ്റ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കനിലോട്ട് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ഈ ചിക്കനിൽ ഉപ്പും ഇതെല്ലാം പിടിക്കുന്ന വരെ ഒന്ന് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 കോഴിമുട്ട ഇതും ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് കൈകൊണ്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ ഇത് ചെയ്തെടുക്കണം, എന്നാലേ ആ ചിക്കനിലോട്ട് എല്ലാം ഉപ്പും ഇതെല്ലാം പിടിക്കുള്ളൂ. എന്നിട്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ മൈദപ്പൊടി ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഒരു സോസ് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ഈ സോസ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലോർ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും, കട്ടകളൊക്കെ ഒന്ന് പെട്ടെന്ന് ഉടച്ചാൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 3 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കുമ്പോൾ കൂടി പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒക്കെ മാറിപ്പോവും, കുത്തൽ വരും സോയാ സോസിൻ്റെ. പിന്നെ അടുത്തതായിട്ട് റെഡ് ചില്ലി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. നല്ല കളറ് റെഡ് കളർ തന്നെ വാങ്ങാൻ നോക്കുക, എന്നാലേ നമ്മളുടെ ചില്ലി ചിക്കന് ഒരു കളർ കിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ കോൺഫ്ലോറും ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോസ് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് ഇനി ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ അധികം ചൂടാവരുത്, ഒരു മീഡിയം ചൂടാവുമ്പോൾ നമുക്ക് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കണം. നല്ല ചൂടായാൽ പെട്ടെന്ന് ഈ കോട്ടിങ് ചിക്കൻ്റെ ഈ കോട്ടിങ് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ചൂടാവുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഈ ചിക്കനിലോട്ട് വിനെഗറൊക്കെ ഒഴിച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉള്ളിൽ, അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാവും. അപ്പോൾ വേഗം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതൽ നേരം ഇങ്ങനെ ഇതായാൽ ചിക്കൻ ഹാർഡായി പോവും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ ഓയിൽ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് എടുക്കണ്ട, കുറച്ച് എടുത്താൽ മതി. അത് നല്ല ചൂടുണ്ട്, അപ്പോൾ ആ എണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ഇതിട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് സ്പ്രിംഗ് ഓനിയൻ ഞാൻ വൈറ്റ് കളർ മാറ്റി വെച്ചത് അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രീൻ കളർ നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ കുരുമുളക് പൊടിയും പിന്നെ റെഡ് ചില്ലി പേസ്റ്റും എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരു സ്വീറ്റും എരിവും എല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണ്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒനിയൻ ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ ക്യൂബ്സായി തന്നെ അരിഞ്ഞെടുക്കുക. ഇതാണ് കാണാനും ഭംഗി, കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റ് ഇതുപോലെ അരിയുമ്പോഴാണ്. അതുപോലെ ക്യാപ്സിക്കും ഇതുപോലെ തന്നെ ക്യൂബ്സായി തന്നെ അരിയുക. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കൂടുതൽ നേരം കുക്കാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി ഇത് കുക്കായത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസ് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കും. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സോസ് ഈ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു വരണം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യുക. കാരണം ചില്ലി ചിക്കൻ ഒരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം. എന്നാലാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരിക. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ സോസ് നല്ലോണം ഈ ചിക്കനിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിതിൽ ടേസ്റ്റ് നോക്കിയപ്പോൾ ടൊമാറ്റോ സോസ് കുറച്ച് കുറവ് തോന്നി. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ സോയാ സോസ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. സോയാ സോസ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കൂടി പോകരുത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ നിങ്ങൾ സ്വീറ്റ് റെഡ് ചില്ലി സോസാണ് ഒഴിക്കുന്നതെങ്കിൽ ഷുഗർ ആഡ് ചെയ്യണ്ട. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത്, ഇത് ഞാൻ ഇൻഗ്രീഡിയൻസിൽ കാണിക്കാത്തൊരു ഐറ്റമാണ്, വെളുത്ത എള്ള്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചില്ലി ചിക്കൻ നല്ലൊരു ടേസ്റ്റ് വരും, നല്ലൊരു ഫ്ലേവറാണ്. അതുപോലെ ഇത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെ കൂടെ അതുപോലെ ഫ്രൈഡ് റൈസ്, വെള്ളപ്പം എല്ലാം നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ എല്ലാവരും ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും. താങ്ക് യു.